ഹലോ മക്കളെ, അപ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 1 വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേര് കണ്ടു. അത് ചിലപ്പോൾ പാരൻസ് ആയിരിക്കും കണ്ടിരിക്കുക, പക്ഷേ എന്നാലും കുറേ കമൻറ്റ്സ് എനിക്ക് കിട്ടി. അപ്പോൾ അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചവർക്കൊക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മോഡൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു സയൻറ്റിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെഹനാദ് സാഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിനെ കുറിച്ച് പഠിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ആ സ്റ്റാറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കുന്നോ അതിനകത്തുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അദ്ദേഹം പഠിച്ചത്. പകരം അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൂവ്മെൻറ്റ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. പകരം അദ്ദേഹം പഠിച്ചതെന്ന് വെച്ചാൽ എന്താണ്, അവിടുത്തെ ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ ആറ്റംസ് അയോൺസ് ആയിട്ട് മാറുന്നത്, ഇതൊക്കെയാണ് അദ്ദേഹം പഠിച്ചത്. പഠിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഹോട്ട് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് സ്റ്റാറിൻ്റെ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പിന്നെ നമ്മൾ ഡെയിലി ലൈഫിലാണെങ്കിൽ പറയും റെഡ് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ടു ഹോട്ടാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം റെഡ് കളർ എന്ന് പറഞ്ഞാൽ ടു കോൾഡാണ്. അതുപോലെ തന്നെ ടു ഹോട്ട് എന്ന് പറയുന്നത് ബ്ലൂയിഷ് വൈറ്റ് ആണ്. പിന്നെ മീഡിയം കളർ എന്ന് പറയുന്നത് യെല്ലോ എന്ന് പറയുന്ന യെല്ലോയിഷ് ആയിട്ട് വരും എന്നുള്ളതാണ്. അത് പക്ഷേ ഇത് കളർ ഓഫ് ദ സ്റ്റാർ എന്നും ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മളെപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയും സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ലെറ്റർ, സാധാരണ രീതിയിൽ നമ്മൾ സ്പീഡിനെ റെപ്രസെൻ്റ് ചെയ്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ വി ആണ്. പക്ഷേ ഇവിടെ നമ്മൾ C = 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സി നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെലിറിറ്റാസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്പീഡ് എന്നാണ്. അപ്പോൾ പിന്നെ അത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് 299 സംതിങ് എന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോ നീഡ് ടു ബൈ ഹാർട്ട് ദാറ്റ് തിങ്, അത് അതിൻ്റെ ആവശ്യമില്ല. പകരം നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് 3 × 10⁸ എന്നുള്ളത് പഠിച്ചിരുന്നാൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അടുത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ക്രിക്കറ്റ് ഷോട്ടിനെ കുറിച്ച്. അപ്പോൾ ക്രിക്കറ്റ് ഷോട്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ക്രിക്കറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് 6 അടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വിൽ ദ ബോൾ ക്രോസ് ദ ബൗണ്ടറി വിത്തൗട്ട് ടച്ചിങ് ഓർ നോട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടുത്തെ കാര്യം വ്യക്തമായിട്ട് നമ്മൾ പറയണമെങ്കിൽ അവിടെ പിന്നെ നമ്മൾ ഇഗ്നോർഡ് ഫാക്ടേഴ്സും ഉണ്ട്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിക്കറ്റ് ഷോട്ടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സയൻസ് റിലേറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആ ബോളിൻ്റെ കളറോ ബാറ്റിൻ്റെ ബ്രാൻഡോ അവിടുത്തെ ഗ്രാസോ ഒന്നുമല്ല. പകരം എന്താണ്, നമുക്കെല്ലാവർക്കും അറിയാം മാസ്, പിന്നെ എന്ത് പറയാൻ പറ്റും, ഡയറക്ഷൻ ഓഫ് ദ ബോൾ, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ സ്പീഡ് ഓഫ് ദ ബോൾ, ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ എയർ റെസിസ്റ്റൻസ് ഒക്കെ ഇഗ്നോർ ചെയ്യാം. യൂണിറ്റ്സ്, പല പല യൂണിറ്റുകളുണ്ടല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ വെയ്റ്റിൻ്റെ യൂണിറ്റ് തന്നെ നമുക്ക് കിലോഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, പിന്നെ പൗണ്ട്സിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് യൂണിറ്റ് കാരണം മിസ്റ്റേക്ക് വന്ന ഒരു എയർക്രാഫ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SI യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, SI യൂണിറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്.